കെ സുരൺകുമാർ, എന്താണോ സജി ചെറിയാൻ രാജിവെക്കാൻ കാരണമായത് 2022 ജൂലൈ 7-ാം തീയതിയിലത്തെ അതേ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചു പോന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം നടത്തുന്നത് എത്രമാത്രം നീതിയുക്തമാവും? രാജിവെക്കേണ്ടതല്ലേ മന്ത്രി സജി ചെറിയാൻ? ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഇൻട്രോയുടെ ഭാഗമായിട്ട് താങ്കൾ പറഞ്ഞത് ഇതിൽ പോലീസ് അന്വേഷണം നടത്തി കൊടുത്ത റഫർ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദ് ചെയ്തു, അതോടൊപ്പം തന്നെ തുടരന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ടു എന്ന രൂപത്തിലാണ്. അത് ശരിവെച്ചുകൊണ്ടാണ് ഇതിൽ ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബൈജു മറ്റൊരു അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് എം ആർ അഭിലാഷും ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് തുടർച്ചയായി വായിച്ചു നോക്കി. അതിൽ ഏതെങ്കിലും തരത്തിൽ റഫർ റിപ്പോർട്ട് സെറ്റസൈഡ് ചെയ്തതായിട്ടൊരു ഉത്തരവ് ഞാൻ കണ്ടില്ല. കാരണം അത്തരത്തിലൊരു റഫർ റിപ്പോർട്ട് പോലീസ് കൊടുത്തപ്പോൾ അതിൽ മജിസ്ട്രേറ്റ് ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അതായത് ആ റഫർ റിപ്പോർട്ട് സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് നൗ പെൻഡിങ് ബിഫോർ ദി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് തിരുവല്ല. ഇപ്പോഴും പെൻഡിങ് ആണ്. ആ റഫർ റിപ്പോർട്ടിൻ്റെ ഒപ്പം തന്നെ തുടരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ബൈജു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷൻ മജിസ്ട്രേറ്റ് തള്ളി. കാരണം റഫർ റിപ്പോർട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ വീണ്ടും അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളി. ആ റഫർ റിപ്പോർട്ട് അവിടെ നിൽക്കുമ്പോൾ തുടരന്വേഷണത്തിന് കൊടുത്ത അപേക്ഷ തള്ളിയ ഉത്തരവ്, ആ ഉത്തരവാണ് സെറ്റസൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, റണ്ണിംഗ് പേജ് 15, പാരഗ്രാഫ് നമ്പർ 22. Accordingly, in the impugned order dated 15/5/2023, passed by the learned Judicial First Class Magistrate Court Tiruvalla in Criminal MB number 617 of 2023 is set aside, and a further investigation is ordered into crime number 600/2022, which shall be conducted by the State Crime Branch. The State Police Chief shall immediately pass appropriate orders handling the further investigation of crime such and such. അതാണ് ഉത്തരവ്. അതായത് റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തപ്പോൾ ഈ കേസിലെ പരാതിക്കാരനായ അഭിഭാഷകൻ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായി ഫയൽ ചെയ്ത പെറ്റീഷൻ, ആ പെറ്റീഷനാണ് കോടതി തള്ളിയത്. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ഫയൽ ചെയ്ത റഫർ റിപ്പോർട്ട് നൗ പെൻഡിങ് ബിഫോർ ദി ലേഡഡ് മജിസ്ട്രേറ്റ്. അതിലൊരു തീരുമാനം ഇതുവരെ മജിസ്ട്രേറ്റ് എടുത്തിട്ടേ ഇല്ല. ആ തീരുമാനം ഹാജരാക്കിയിട്ടേ ഇല്ല. പേജ് നമ്പർ 20. This court is satisfied that the investigation conducted into crime number 600/2022 was not proper and the learned magistrate went wrong in accepting the final report. എന്താണ് അർത്ഥം അരുൺ കുമാർ? ഞാൻ പറഞ്ഞത്, ഞാൻ കൃത്യമായി പാരഗ്രാഫ് എടുത്ത് വായിച്ചല്ലോ. ഒരു അതിൽ എക്സിബിറ്റ് ഹാജരാക്കും. ബഹുമാനപ്പെട്ട നിങ്ങൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ എന്നിലേക്ക് വന്നേ. ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഓരോ വാചകത്തിനും വാക്കിനും ആധികാരികമായിട്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബൈജു 10 എക്സിബിറ്റ് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ 10 എക്സിബിറ്റിൽ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയ എക്സിബിറ്റിൽ ഏതാണ് റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അക്സെപ്റ്റ് ചെയ്ത ആ രേഖ ഏതാണെന്ന് പറയാമോ? 2 അഭിഭാഷകർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അവർ പറയുക, ആ റഫർ റിപ്പോർട്ടിന് എതിരായിട്ടാണല്ലോ ഇവിടെ വന്നത്. കേസ് റദ്ദാക്കിയിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. എന്താണ് പറയുന്നത്? നോക്കൂ, എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഏത് രേഖ പ്രകാരമാണ്? നമ്മളിത് കേൾക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും ഇത്തരത്തിലുള്ള സാങ്കേതികത്വം അറിയില്ല. അവർക്കറിയേണ്ടത് ഈ മന്ത്രി സജി ചെറിയാനെതിരായിട്ടുള്ള ഒരു കേസ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി റദ്ദ് ചെയ്തിരുന്നോ ഇല്ലയോ എന്ന് മാത്രമാണ്. അത് അങ്ങ് എന്താണ് ധരിച്ചിരിക്കുന്നത്? കേസ് റദ്ദ് ചെയ്തു എന്നാണോ അല്ലയോ? അതിൽ പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ഹാജരാക്കിയ റഫർ റിപ്പോർട്ട്, ആ റഫർ റിപ്പോർട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പെൻഡിംഗ് ആണ്. അതിൽ മജിസ്ട്രേറ്റ് ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നും ആ തീരുമാനം അതുകൊണ്ട് മാത്രമാണ് ഇതിലെ അഡ്വക്കേറ്റ് ബൈജു കോടതിയിൽ ഹാജരാക്കാത്തതെന്നും ഈ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ മജിസ്ട്രേറ്റ് തീരുമാനം ഹാജരാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. The magistrate went wrong in accepting the final report എന്ന് കോടതി വിധിയിലുണ്ടല്ലോ. ഞാൻ പറയുന്നത്, കോടതി വിധിന്യായത്തിൽ അത്തരത്തിലൊരു റഫറൻസ് ഉണ്ട്. പക്ഷേ ഈ മജിസ്ട്രേറ്റ് എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബൈജു ഹൈക്കോടതിയിൽ ഹാജരാക്കാത്തത്? തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ആ ഫൈനൽ റിപ്പോർട്ട് അംഗീകരിച്ചത് തെറ്റാണ് എന്ന് ഹൈക്കോടതി വിധിയിലുണ്ടല്ലോ. അതാണ് എന്റെ ചോദ്യം.
ഞാൻ ചോദിക്കട്ടെ, ആ തെറ്റാണ്, മജിസ്ട്രേറ്റ് എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ ആ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി എന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടോ? ആ മജിസ്ട്രേറ്റ് എടുത്ത തീരുമാനം ഈ കോടതിയിൽ ഒരു രേഖയായിട്ട് ഹാജരാക്കിയിട്ടുണ്ടോ? തെറ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫർദർ ഇൻവെസ്റ്റിഗേഷനുമായി കോടതി ബന്ധപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് എടുത്ത അല്ല ഞാൻ പറഞ്ഞത് ഫർദർ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് തള്ളിയ ഉത്തരവ് മാത്രമാണ് എക്സിബിറ്റ് P5 ഇവിടെ കൃത്യമായി നിയമപരിജ്ഞാനത്തോടുള്ള പൂർണ്ണ ബോധ്യത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? ഈ കേസിൽ ക്ലീൻ ചിറ്റ് കൊടുത്ത പോലീസ് റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു ഹൈക്കോടതി എന്നല്ലേ? ഇതിൽ സാങ്കേതികമായിട്ട് ഫ്ലോറൻസിക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖ പരിശോധിക്കാതെയാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കിയത്. ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പെൻഡിംഗ് ആണ്. കൃത്യമായി ഫ്ലോറൻസിക് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ റഫർ റിപ്പോർട്ട് ഹാജരാക്കുമ്പോൾ വന്നിട്ടില്ല എന്ന് അതിൻ്റെ തീയതികൾ നോക്കിയാൽ ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ളവ പരിശോധിക്കണം. അത് പരിശോധിക്കണം. അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ വേണം. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പെർസെപ്ഷൻ അല്ല ഈ കേസിലെ നിർണായകമായത് എന്ന് കോടതി പറയുന്നുണ്ട്. ഇതിൽ ഡിസ്റെസ്പെക്ട് എവിടെയാണെന്ന് 17ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഒരു നിമിഷം. MR അഭിലാഷ്, ഡോക്ടർ കെ സുനിൽകുമാർ പറയുന്നത് ഈ കേസ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ക്ലീൻ ചിറ്റ് കൊടുത്ത് റദ്ദാക്കിയിട്ടില്ല. ആ ഫൈനൽ റിപ്പോർട്ട് പരിഗണനയിലാണ്. ഹൈക്കോടതി ആ ഫൈനൽ റിപ്പോർട്ടിൽ ചില അപാകതകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് MR അഭിലാഷ്? ഡോക്ടർ അരുൺ, ഇവിടെ നമ്മൾ പലപ്പോഴും നിയമം സാധാരണക്കാരന് മനസ്സിലാകാത്ത രീതിയിൽ അതിൻ്റെ സാങ്കേതികതകൾ ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ രാഷ്ട്രീയപരമായിട്ട് ന്യായീകരിക്കപ്പെടാറുണ്ട്. അതെപ്പോഴും എല്ലായ്പ്പോഴും സംഭവിക്കുന്നതാണ്. വളരെ വ്യക്തമല്ലേ 17ാം പാരഗ്രാഫിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ അന്വേഷണത്തിലെ പാകതയില്ലായ്മയും വലിയ തെറ്റുകളും ഈ സാക്ഷികളായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന് പങ്കെടുക്കുന്നവരുടെ മാത്രം വിസ്തരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് അവർ നിഗമനത്തിലെത്തിയത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുക്കുന്നില്ലേ? അപ്പോൾ ഈ ഉത്തരവ് മൊത്തം വായിച്ചു കഴിയുമ്പോൾ എന്താണോ ഇതുവരെ അന്വേഷണത്തിൻ്റെ പേരിൽ അവിടെ നടന്നത് അതിനകത്തൊക്കെ സംഭവിച്ച തെറ്റുകളാണ് അവിടെ വിളിച്ചോതുന്നത്. ഇവിടെ പലപ്പോഴും എന്തുകൊണ്ട് ഈ കോടതി ഇങ്ങനൊരു ഉത്തരവ് പാസ്സാക്കി എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇങ്ങനെയുള്ള അതിസാങ്കേതികത്വങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ ഒരു എംഫസിസ് 17ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഡിസ്റെസ്പെക്റ്റ് ആണ് പ്രകടിപ്പിച്ചത് എന്നുള്ളത്. 17ാമത്തെ പാരഗ്രാഫ് ഡോക്ടർ അരുൺ ഒന്ന് ഉറക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. 17ാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് ചർച്ചയ്ക്ക് പോലും ബഹുമാനമില്ലായ്മയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ചയ്ക്ക് പോലും വിധേയമാക്കേണ്ടതായിട്ടില്ല. അത്ര പ്രകടമായിട്ട് ഡിസ്റെസ്പെക്റ്റ് വന്നിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ കാതലിലേക്ക് കടക്കാതെ അതിനകത്തിപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന ഓർഡർ, ഈ പർട്ടിക്കുലർ ഓർഡർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് തള്ളിയ ഓർഡറാണ് എന്ന് പറയുമ്പോൾ തന്നെയും അത് മാജിസ്ട്രേറ്റ് പാസ്സാക്കിയ ഒരു ഓർഡറിനെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നത്. ഇൻ ദ പ്രീസീഡിംഗ് പാരഗ്രാഫ്സ് ഇതിനെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിലുണ്ടായ വൈകല്യത്തിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എന്യൂമറേറ്റ് ചെയ്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ ഇവിടെ നിരാകരിക്കാൻ കഴിയുക? ഇവിടെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ശ്രീ സജി ചെറിയാൻ ഭരണഘടനയെ അപകീർത്തിപ്പെടുത്തുകയുണ്ടായോ? അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഇതിനൊരു തുടരന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ട് നടത്തുവാൻ കഴിയുമോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത്? ഈ ഹൈക്കോടതി ഈ അന്വേഷണത്തിൻ്റെ രീതിയെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഇവിടെ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസില്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ഭരണഘടനയോടുള്ള ബഹുമാനരാഹിത്യം പ്രകടമാകുന്ന തരത്തിലൊരു സംഭവമാണ് ഇവിടെ നടന്നത്? കുന്തവും കൊടച്ചക്രവും ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങളെ ചൂണ്ടിക്കാട്ടി അത് എത്രത്തോളം ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ മീറ്റിങ്ങിൻ്റെയോ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒന്നും വിഷയമല്ല. ഇവിടെ ഇരയായിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഭരണഘടനയുടെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും എഴുന്നേറ്റ് നിന്ന്
സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. എങ്ങനെയാണ് ഇത് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന ചൂഷണത്തിന് വേണ്ടി ഉള്ള ഇതൊരു ബൂർഷ്വാ ഭരണഘടനയാണെന്നും ഇത് കൊളോണിയൽ ഭരണഘടനയാണെന്നും യഥാക്രമം CPM-ഉം സംഘപരിവാറും ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടതായിരുന്നു. ആ രാഷ്ട്രീയ നിലപാട് അതിൽ വിമർശനമാവാം, അതിൽ ഉള്ളടക്കത്തിൽ വിമർശനമാവാം, പക്ഷേ അത് അവഹേളിക്കുന്ന തരത്തിലുള്ളത് ആകാൻ പാടില്ല. അദ്ദേഹം മന്ത്രിയല്ലേ? അതെ, ആ മന്ത്രിക്ക് പ്രത്യേകിച്ച് സവിശേഷമായിട്ട് അധികാരമൊന്നുമില്ലല്ലോ. പൗരന്റെ അധികാരങ്ങൾ തന്നെയല്ലേ, മാത്രമല്ലേ മന്ത്രിക്ക് പക്ഷേ അദ്ദേഹത്തിന് ഭരണഘടനയെ വിമർശിക്കാനുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് ആ സംരക്ഷണയിൽ നിന്നുകൊണ്ട് അല്ല ഇവിടെ ഭരണഘടനയെ വിമർശിക്കാനുള്ള എക്സ്പ്ലനേഷൻ 1-ൽ കാണുന്ന എക്സംഷൻ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇത് ഭേദഗതി വഴി പുരോഗമനം കൊണ്ടുവരാനുള്ള ഭരണഘടനയെ ഇവോൾവ് ചെയ്യിക്കുവാനുള്ള ഒരു ശ്രമമല്ല. ബ്രിട്ടീഷുകാരൻ എഴുതിപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രിയാമ്പുലർ കമ്മിറ്റ്മെന്റിനെ വളരെ ശക്തമായിട്ട് അദ്ദേഹം ആക്രമിക്കുന്നുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന ബേസിക് ഫൗണ്ടേഷനെയാണ് ആക്രമിക്കുന്നത്. ഞാനൊന്ന് ജിൻഡോ ജോണിലേക്ക് കൂടി പോയി വരാം. അരുൺ, ഞാൻ അരുണിന്റെ സമയം തരാം. MR അഭിലാഷ് പറഞ്ഞതിനെ താങ്കൾക്ക് ഖണ്ഡിക്കാം. അതിനു മുൻപ് എനിക്ക് ജിൻഡോയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. Debate with Dr. Arun Kumar.